ഹേ ഗായ്സ്, മാർക്കറ്റിൽ പോയപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം കേട്ടോ, ഒന്ന് മൂക്കൊന്ന് കുത്തിയാലോ എന്ന്. പക്ഷെ ആ തീരുമാനം വേണ്ടായിരുന്നു എന്ന് എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും മൂക്ക് കുത്തുന്ന ആളെന്തോ പുറത്തു പോയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമുക്ക് മൂക്ക് കുത്തിയാലോ, നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു കുറച്ച്. എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് കണ്ണ് വെച്ചായിരിക്കും കുത്താൻ പോണേ. ഇങ്ങനൊരു കമ്പി പോലത്തെ സാധനം എടുത്ത് വെച്ചിട്ട് ഒറ്റ കുത്തി അങ്ങ് ഇറക്കി. എനിക്കാണെങ്കിൽ വേദന എടുത്തുണ്ടോ ദൈവമേ. ഈ ഒരു സമയമാണ് ഞാൻ മുമ്പ് പറഞ്ഞത് പെട്ടെന്ന് എടുത്ത തീരുമാനം വേണ്ടായിരുന്നു എന്ന്. ഞാൻ പ്രതീക്ഷേനെക്കാട്ടിലും കൂടുതൽ പെയിനായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ +2 പഠിക്കുമ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റാർട്ട് കുത്തിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് കുത്തി തന്നത്. ഞാൻ ഇട്ടിരുന്ന കമ്മലെടുത്തിട്ട് മേലെ എന്നെ പ്രസ്സാക്കി എടുത്തു, അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് വലിയ പെയിനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് മൂക്ക് കുത്തുമ്പോഴും പെയിൻ എടുക്കത്തില്ലായിരിക്കുമെന്ന്. പക്ഷെ എൻ്റെ പ്രതീക്ഷ എല്ലാം തെറ്റി. നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ അവർ ആ കമ്പി നീണ്ടിരിക്കുന്ന കമ്പിയൊക്കെ എടുത്ത് കുറച്ച് കട്ടാക്കി മുറിച്ച് അതിൻ്റെ ഒരു ലെവലാക്കിയിട്ട് പിന്നീട് അവർ പറഞ്ഞ് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാൻ, അപ്പോൾ അത് ലെവലായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം പിടിച്ചിട്ട് ഞാൻ കണ്ണാടിയിലോട്ട് നോക്കി കൊള്ളാമോ ഇല്ലയോ എന്ന്. എനിക്ക് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ചേരുമെന്ന്. കാരണം ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ചെറിയ ഡയമണ്ട് പോലത്തെ പൊട്ട് വരത്തില്ല, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ചേരത്തില്ലായിരുന്നു. പക്ഷേ ഇതെനിക്ക് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ എനിക്കൊരു ഷൂ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വിട്ട് പോയി. ഈ ഷൂ ഞാൻ വീട്ടിൽ പോയിട്ട് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 850 ആണ്. പക്ഷെ അമ്മ ആർഗ്യുമെൻറ്റ് ചെയ്ത് അത് 500 ഒതുക്കി. അമ്മ അങ്ങനെയാണ് കേട്ടോ. എവിടെ പോയാലും വില കൂടുതലാണെങ്കിൽ അതിൻ്റെ പകുതി കൊടുത്തിട്ടേ അമ്മ വരത്തുള്ളൂ. ഈ ഒരു കാര്യത്തിൽ അമ്മമാരെ തോൽപ്പിക്കാൻ ആരുമില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലോട്ടെത്തി. ഈ ഷൂ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾ പോയത് വേറൊരു ഷൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ബ്ലാക്ക് കളറിലെ ഷൂ. ബ്ലാക്ക് കളറിലെ ഷൂസൊന്നും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു ഷൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ഒരു ഷൂ വാങ്ങിച്ചു. പക്ഷെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര മടിച്ചിയാണ്. ഇനി ഇതെങ്ങാനും അഴുക്കായ പിന്നെ കഴുകിത്തരാൻ ആരും കാണത്തില്ല, ഞാൻ തന്നെ ഇട്ട് കഴുകണേ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ മെയിനായിട്ട് ഷൂ വാങ്ങിക്കാൻ പോയാൽ ബ്ലാക്കേ നോക്കാറുള്ളൂ. പക്ഷെ ഇതെങ്ങനെയെന്ന് അറിയത്തില്ല, പണ്ടാരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എന്തായിരുന്നാലും ചോദിച്ചിട്ടിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ടാറ്റാ.